മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന സ്റ്റാൻലിയോട് പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് മേരിക്കുട്ടി സിസ്റ്ററിൻ്റെ അടുത്ത് നേരിട്ട് പോയി സംസാരിക്കാം. അലീനയുടെ അഭിപ്രായത്തോട് യോജിക്കാൻ സ്റ്റാൻലി ആദ്യമൊന്നും തയ്യാറായില്ല. സ്വന്തം അപ്പച്ചനും അനുജന്മാരും ചേർന്ന് തന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിച്ചത് അയാളെ രോഷാകുലനാക്കിയിരുന്നു. മേരിക്കുട്ടിയുടെ അഡ്രസ്സ് അറിയില്ലെന്ന് പറഞ്ഞതും തെറ്റായ ഫോൺ നമ്പർ കൊടുത്തതുമാണ് പപ്പയുടെ അമർഷത്തിന് കാരണമെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അവൾ പപ്പയെ അണിനയിപ്പിക്കാൻ ശ്രമിച്ചു. അതെല്ലാം പോട്ടെ പപ്പ, നമുക്കിപ്പം എന്താ വേണ്ടത്? റാണി ആൻറ്റിയുടെ മോൾ എവിടെയുണ്ടെന്നറിയണം. അതിന് സാധിച്ചാൽ ആരാ ജയിക്കുന്നേ? നമ്മളല്ലേ. തോൽക്കുന്നത് അവരും. പിന്നെന്താ? മാമച്ചനും ഗ്രേസമ്മയും അലീനയുടെ അഭിപ്രായത്തെ അനുകൂലിച്ചും സംസാരിച്ചു. മിസ്റ്റർ സ്റ്റാൻലിയെ അവർ പറ്റിക്കാൻ ശ്രമിച്ചു എന്നത് ശരിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ അവരെന്തൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. അതുകൂടി നിങ്ങൾ കണക്കിലെടുക്കണം. ഞാൻ ഉപദേശിക്കുകയല്ല കേട്ടോ. അവർ വിചാരിക്കുന്നത് കുടുംബത്തിന് ദുഷ്പേരുണ്ടാകും, മാനക്കേട് കാരണം അവർക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റാതാകും, ലോകം മുഴുവൻ ഇതെല്ലാം പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കും എന്നൊക്കെയാണല്ലോ. അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും കാലം എല്ലാം മറച്ചു വെച്ചത്. അല്ലാതെ മിസ്റ്റർ സ്റ്റാൻലിയോട് അവർക്ക് വിരോധമുണ്ടായിട്ടാണോ? ഷെറിനോട് അവർക്ക് വൈരാഗ്യമുണ്ടോ? ആ കുഞ്ഞിനോട് അവർക്ക് വിദ്വേഷമുണ്ടോ? ഇല്ല. സമൂഹത്തിന് മുൻപിൽ തരം താഴ്ത്തപ്പെടരുത്, അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി ചില മുൻകരുതലുകൾ എടുത്തു. മറ്റുള്ളവരെ അതെങ്ങനെ ബാധിക്കുന്നെന്നോ എന്തുമാത്രം വേദനിപ്പിക്കുന്നെന്നോ അവർ നോക്കിയില്ല. അത് അവരുടെ വിഷയമല്ല. സ്റ്റാൻലിയുടെ മൗനം ആശങ്കാജനകമായി തുടർന്നു. ധൃതി പിടിച്ച് തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആലോചിച്ചിട്ട് ഏതാ ശരിയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി, ഗ്രേസമ്മ പറഞ്ഞു. അലീന പറഞ്ഞ പോലെ എല്ലാവരും വേണ്ടപ്പെട്ടവർ തന്നെ. ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ. സ്വന്തക്കാർ തമ്മിൽ ഒരിക്കൽ ശത്രുതയുണ്ടായാൽ പിന്നെ അത് മാറാൻ ബുദ്ധിമുട്ടാണെന്നാ പറയാറ്. സ്റ്റാൻലി അലീനയും ഷെറിനെയും തിരികെ കൊണ്ടുപോകാൻ എത്തിയതായിരുന്നു. ഒരു ദിവസം അവിടെ താമസിച്ചിട്ട് പിറ്റേന്ന് പോകാമെന്ന് മാമച്ചൻ പറഞ്ഞെങ്കിലും സ്റ്റാൻലി വഴങ്ങിയില്ല. രേവതിക്കുട്ടിയും ഗ്രേസമ്മയും ഇന്ന് പോകേണ്ടെന്ന് സ്റ്റാൻലിയോട് നിർബന്ധിച്ചു പറയാൻ അലീനയെ പ്രേരിപ്പിച്ചു. വേണ്ട രേവതിക്കുട്ടി, പപ്പ നിൽക്കില്ല, എനിക്കറിയാം, അലീന പറഞ്ഞു. വൈകുന്നേരം പോയാൽ മതിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കും. സന്ധ്യയോടെ പുറപ്പെട്ടാൽ മതിയെന്ന് അവൾ സ്റ്റാൻലിയോട് പറഞ്ഞ് സമ്മതിപ്പിച്ചു. പാലായിൽ നിന്ന് രോഹിത്ത് വന്ന് മടങ്ങിയ വിവരം പപ്പയോട് പറയണോ വേണ്ടോ എന്ന് അലീന ശങ്കിച്ചു നിന്നു. പാലാക്കാരുമായി തനിക്കുള്ള അടുപ്പം പപ്പയ്ക്ക് അത്ര ഇഷ്ടമല്ലെന്ന് അലീനയ്ക്ക് അറിയാം. നിന്റെ കൂട്ടുകാർ താമസിക്കുന്ന വീട് കൊള്ളാമല്ലോ അലീന, മാമച്ചൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ സ്റ്റാൻലി അലീനയോട് പറഞ്ഞു. അതെ പപ്പ, ഇവിടെ വന്ന് ചേരാൻ പറ്റിയത് അവളുടെ ഭാഗ്യമാ, അലീന സമ്മതിച്ചു. അങ്കിളിനും ആൻറ്റിക്കും അവൾ സ്വന്തം മോളെ പോലെയാ. അവരവളെ ഇപ്പോൾ പഠിപ്പിക്കാനൊക്കെ അയക്കുന്നുണ്ട്. അവരുടെ ആരുമല്ലെന്ന് ഓർക്കണം. പക്ഷേ ഒരു ദിവസം അവൾ കല്യാണം കഴിഞ്ഞ് പോകുമല്ലോ, പിന്നെ ആരുണ്ടവർക്ക്? സ്റ്റാൻലി അർദ്ധഗർഭമായി ചോദിച്ചു. അത് ശരിയാ, എല്ലായിടത്തും അങ്ങനെയല്ലേ പപ്പ. എത്രയോ വീടുകളിൽ മക്കൾ നാനാ വഴിക്ക് പിരിഞ്ഞു പോയിട്ട് അച്ഛനമ്മമാർ മാത്രം താമസിക്കുന്നു. അതും ശരിയാണ്. അപ്പോഴാണ് സ്റ്റാൻലിയുടെ മുഖത്തെ വല്ലായ്മ അലീന ശ്രദ്ധിച്ചത്. ഒരിക്കൽ താനും പിരിഞ്ഞു പോകുമെന്ന ആശങ്ക ഉണ്ടായിരിക്കാം. പക്ഷേ പപ്പയ്ക്കൊരിക്കലും ഒറ്റപ്പെടേണ്ടി വരില്ല കേട്ടോ. എന്നെ കൂടാതെ 3 മക്കളും കൂടി ഉണ്ടല്ലോ. അലീന പെട്ടെന്ന് സ്റ്റാൻലിയുടെ വിഷമം മാറ്റാൻ പറഞ്ഞു. സ്റ്റാൻലി മുഖം തിരിച്ച് അലീനയെ നോക്കി. പിന്നെ ഹാൻഡിൽ കൈകൾ ഊന്നി. അവരാണ് ആദ്യം പിരിഞ്ഞു പോയത് മോളെ. അത് താൽക്കാലികമല്ലേ പപ്പ, നമുക്കവരെ തിരിച്ചു കൊണ്ടുവരണ്ടേ? ഇല്ല, അവരുടെ ഫാമിലി സർക്കിളിൽ അവർ 3 മക്കളും അവരുടെ അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ ആ സർക്കിളിന് വെളിയിലാണ്. ഓർബിറ്റിന് പുറത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു സാറ്റലൈറ്റ്. ഇപ്പോൾ ഞാൻ അതും ആസ്വദിക്കുന്നുണ്ട്. പപ്പയ്ക്ക് ഇനി അവരെ വേണ്ടേ? എനിക്കവരെ കൊണ്ട് എന്ത് കാര്യം? അവർക്ക് എന്നെയാണ് ആവശ്യം. പക്ഷേ അവർ വിചാരിച്ചു അവരെ കൊണ്ട് എനിക്കാണ് അത്യാവശ്യമെന്ന്. അല്ലെങ്കിൽ ആരൊക്കെയോ അവരെ അങ്ങനെ ധരിപ്പിച്ചിരിക്കുന്നു. അവരുടെ പപ്പ മദ്യപാനിയും ധൂർത്തനും സ്നേഹശൂന്യനും സ്വാർത്ഥനും നീചനുമൊക്കെയാണെന്ന്. എന്നെ അങ്ങനെ കാണാനുള്ള സ്റ്റഡി ക്ലാസ്സുകൾ അവർക്ക് കിട്ടിയിട്ടുമുണ്ട്. എന്തുകൊണ്ട് പപ്പ അത് തിരുത്തിയില്ല? ഞാനല്ല തിരുത്തേണ്ടത്. ഞാൻ തിരുത്താൻ ശ്രമിച്ചാൽ അവർ കൂടുതൽ ചിന്താകുഴപ്പത്തിലാകും. മക്കൾ എന്തായാലും പിരിഞ്ഞു പോകാനുള്ളവരാണ്. മാതാപിതാക്കളെ പിന്നിലാക്കി അവർ അവരുടെ വഴിയെ സഞ്ചരിക്കും. പല വീടുകളിലും അവധിക്കാല സന്ദർശകർ മാത്രമാണ് മക്കൾ. എൻ്റെ കുട്ടികൾ വളരെ നേരത്തെ സ്വതന്ത്രരായി. ബന്ധങ്ങൾ അയഞ്ഞ് ദുർബലമാകുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ചിന്തിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. പപ്പയ്ക്ക് ഞാൻ വന്നതുകൊണ്ട് ദുഃഖമാണോ? പപ്പയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടില്ലേ? അലീന ചോദിച്ചു. സ്റ്റാൻലി ഒന്നും മിണ്ടാതെ നിന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ അലീന പപ്പയോട് ചേർന്ന് നിന്നു. സ്നേഹത്തിൻ്റെ തടവറയാണ് സ്വാതന്ത്ര്യം മാത്രമുള്ള തുറന്ന ലോകത്തേക്കാൾ നല്ലത്, അവൾ പതിയെ പറഞ്ഞു.
സ്റ്റാൻലിക്ക് സമാധാനമായി. വൈകുന്നേരമായപ്പോഴേക്കും സ്റ്റാൻലിയുടെ നിലപാടിൽ അല്പം അയവ് വന്നിരുന്നു. അനുജന്മാരോട് നേരിട്ട് പോരിനിറങ്ങുന്നില്ലെന്ന് സമ്മതിച്ചു. മേരിക്കുട്ടിയെ കാണാൻ പോകാമെന്നും ധാരണയായി. അലീനയ്ക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ലായിരുന്നു. മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും ആശങ്ക നീങ്ങി. കൊൽക്കത്ത വരെ ട്രെയിനിൽ പോകാമെന്നായിരുന്നു ആദ്യത്തെ കണക്കുകൂട്ടൽ. ട്രെയിനിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിമാനയാത്രയായിരിക്കുമെന്ന് മാമച്ചൻ അഭിപ്രായപ്പെട്ടു. 1-2 ദിവസത്തിനുള്ളിൽ കാര്യം കഴിയുകയും ചെയ്യും. അതാ നല്ലത്. അലീന ചേച്ചി ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലല്ലോ. രേവതിക്കുട്ടി ഉടനെ മാമച്ചനെ സപ്പോർട്ട് ചെയ്തു. ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാൻ കേട്ടോ, മാമച്ചൻ പറഞ്ഞു. പോകാൻ സൗകര്യപ്പെടുന്ന ഡേറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ മതി. അത് ആലോചിക്കണം, സ്റ്റാൻലി പറഞ്ഞു. 2 ദിവസത്തെ കാര്യമേ ഉള്ളെങ്കിൽ നാളെ തന്നെ പോകാമല്ലോ. ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാനാണോ വിഷമം? രേവതിക്കുട്ടി അഭിപ്രായപ്പെട്ടു. അവൾ മാമച്ചനോടും ഗ്രേസമ്മയോടുമൊപ്പം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാം പപ്പയുടെ തീരുമാനം പോലെ. അലീന സ്റ്റാൻലിയെ നോക്കി. വീട്ടിലൊന്ന് പോകണം. യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലല്ല വന്നത്. ഡ്രസ്സും സ്യൂട്ട്കേസും മറ്റും എടുക്കണ്ടേ, സ്റ്റാൻലി പറഞ്ഞു. നാളെയോ മറ്റന്നാളോ യാത്ര തിരിക്കാം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറാമല്ലോ. അതോ തിരുവനന്തപുരമാണോ സ്റ്റാൻലിക്ക് സൗകര്യം? മാമച്ചൻ ചോദിച്ചു. നെടുമ്പാശ്ശേരി മതി, സ്റ്റാൻലി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചെത്തുന്നവരെ റാണി ആൻറ്റി ഇവിടെ നിൽക്കട്ടെ പപ്പ. കുളത്തൂപ്പുഴയ്ക്ക് കൊണ്ടുപോയ റാണി ആൻറ്റി ഒറ്റയ്ക്കായി പോവില്ലേ? പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് റാണി ആൻറ്റിയെ കൂട്ടാം, അലീന പറഞ്ഞു. അതാ നല്ലത്, ഗ്രേസമ്മയും പറഞ്ഞു. സ്റ്റാൻലിക്കും അതിൽ അപാകതയൊന്നും തോന്നിയില്ല. എന്ന് മാത്രമല്ല, തങ്ങൾ യാത്ര പോകുമ്പോൾ ഷെറിന് താമസിക്കാൻ പറ്റിയ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഇതുതന്നെയായിരിക്കുമെന്നും അയാൾക്ക് മനസ്സിലായി. നാളെയോ മറ്റന്നാളോ യാത്ര പുറപ്പെടുന്നുണ്ടെങ്കിൽ അലിനി ചേച്ചി എന്തിനാ ഇന്നിപ്പോൾ കുളത്തൂപ്പുഴയ്ക്ക് പോകുന്നേ? പപ്പ പോയി വേണ്ടതെല്ലാം എടുത്തോണ്ട് ഇങ്ങ് വന്നാൽ മതിയല്ലോ, രേവതിക്കുട്ടി അഭിപ്രായപ്പെട്ടു. അപ്പോൾ അവളുടെ ഡ്രസ്സ് എടുക്കണ്ടേ, സ്റ്റാൻലി പറഞ്ഞു. അതൊക്കെ ഇവിടെ ഉണ്ട് പപ്പ. ഞാൻ ഒരാഴ്ച ഇവിടെ താമസിക്കാൻ കരുതി പോന്നതല്ലേ, അലീനയും പറഞ്ഞു. ശരിയാ, വെറുതെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ദൂരം യാത്ര ചെയ്യുന്നേ? അവൾ മടുത്തുപോകും, ഗ്രേസമ്മയുടെ അഭിപ്രായമായിരുന്നത്. സ്റ്റാൻലി പിന്നെ മറുത്തൊന്നും പറഞ്ഞില്ല. എന്നാൽ സന്ധ്യ മയങ്ങിയ നേരത്ത് കുളത്തൂപ്പുഴയിലേക്ക് യാത്ര പുറപ്പെടാൻ ഇറങ്ങിയപ്പോൾ പപ്പയുടെ മുഖത്ത് ഒരു ഇച്ഛാഭംഗമുണ്ടെന്ന് അലീന കണ്ടു. പപ്പ തനിയെ അങ്ങോട്ട്, നാളെ തിരിച്ച് ഇങ്ങോട്ടും ഒറ്റയ്ക്ക്. ഞാനും കൂടി വരാ പപ്പ, അലീന പെട്ടെന്ന് പറഞ്ഞു. 5 മിനിറ്റിനകം ഞാൻ റെഡിയാകാം. നീ വരണമെന്നില്ല, സ്റ്റാൻലി പറഞ്ഞു. വേണം, പപ്പ ഒറ്റയ്ക്ക് പോകണ്ട. അലീന ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കെ രേവതിക്കുട്ടി വന്ന് ചോദിച്ചു. ഇതെന്താ പെട്ടെന്നൊരു മനമാറ്റം? ഞാൻ കൂടെയുള്ളതാ പപ്പയ്ക്കിഷ്ടം. കൂടെ ചെല്ലാൻ പറഞ്ഞോ പപ്പ? ഇല്ലല്ലോ. പറയാതെയും ചില കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ മോളെ? ചിലർ എത്ര ആഗ്രഹിച്ചാലും ഗർവ് കാരണം പറയില്ല. വേറെ ചിലർ ആഗ്രഹമില്ലെങ്കിൽ പോലും ഭംഗിവാക്ക് പറയും. അടുത്ത ദിവസം വരാമെന്ന് മാമച്ചനോടും ഗ്രേസമ്മയോടും പറഞ്ഞ് സ്റ്റാൻലി കാറിൽ ചെന്നു കയറി. അലീന ഷെറിൻ്റെ അടുത്ത് ചെന്നു. സന്തോഷമായിരിക്കണേ ആൻറ്റി, എല്ലാം ശരിയാകും. ഷെറിൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അങ്കിളെ ആൻറ്റി പോയിട്ട് വരാവേ, അലീന പറഞ്ഞു. എന്നെ വിളിച്ചെങ്കിൽ ഞാനും കൂടി വന്നേനെ, രേവതിക്കുട്ടി പരിഭവിച്ചു പറഞ്ഞു. മനഃപൂർവ്വം വിളിക്കാത്തതാടി. റാണി ആൻറ്റിക്ക് നീയല്ലാതാരാ ഇവിടെ ഒരു കൂട്ട്? അത്രയും പറഞ്ഞിട്ട് അലീന ഓടിച്ചെന്ന് കാറിൽ കയറി. സ്റ്റാൻലി കാർ സ്റ്റാർട്ട് ചെയ്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. കാർ ബൈപ്പാസിലേക്ക് പ്രവേശിച്ചപ്പോൾ സ്റ്റാൻലി ചോദിച്ചു. എന്താ എൻ്റെ കൂടെ പോരാമെന്ന് വെച്ചത്? എന്നെ വിളിച്ചോണ്ട് പോകാൻ വന്നിട്ട് വെറും കൈയോടെ തിരിച്ചു പോകുമ്പം പപ്പയ്ക്കൊരു വിഷമം തോന്നില്ലേ? വിഷമം തോന്നിയേനെ, സ്റ്റാൻലി മന്ദഹസിച്ചു. അതുകൊണ്ടാ ഞാൻ കൂടെ വന്നത്. കുളത്തൂപ്പുഴ പോയി തിരിച്ചെത്തിയ സ്റ്റാൻലിയും അലീനയും മാമച്ചനാണ് കാറിൽ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത്. അലീനയും സ്റ്റാൻലിയും യാത്ര അയക്കാൻ അയാളോടൊപ്പം ഷെറിനും രേവതിക്കുട്ടിയും എയർപോർട്ടിലെത്തിയിരുന്നു. ചെക്ക് ഇൻ ചെയ്യും മുമ്പ് മാമച്ചൻ സ്റ്റാൻലിക്കും അലീനയ്ക്കും കൈ കൊടുത്ത് ബെസ്റ്റ് ഓഫ് ലക്ക് ആശംസിച്ചു. രേവതിക്കുട്ടി അലീനയെ ആശ്ലേഷിച്ചു. ചേച്ചി, ഷെറിൻ ചേച്ചിയുടെ മോളെയും കൊണ്ടേ വരാവൂ. അലീന ചേച്ചിക്ക് അത് സാധിക്കുമെന്ന് എനിക്കറിയാം. ഞങ്ങളൊക്കെ ഇനി മണിക്കൂറുകൾ എണ്ണി കാത്തിരിപ്പ് തുടങ്ങും, നിങ്ങൾ തിരിച്ചെത്തുന്നത് വരെ. അലീന പുഞ്ചിരിച്ചതേയുള്ളൂ. ഷെറിൻ വർദ്ധിച്ച പ്രത്യാശയോടെ അവളെ നോക്കിക്കൊണ്ട് നിന്നു. അലീന അവളുടെ തോളത്ത് പിടിച്ചു. റാണി ആൻറ്റി, മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം കേട്ടോ, നല്ല വാർത്ത കിട്ടട്ടെ എന്ന്. ഷെറിൻ തലയാട്ടി. സ്റ്റാൻലി അലീനയും കൂട്ടി ഡിപ്പാർച്ചർ ലൗഞ്ചിലേക്ക് പോയി. ചില്ലുവാതിൽ കടക്കും മുൻപ് അലീന തിരിഞ്ഞു നോക്കി. രേവതിക്കുട്ടിയും ഷെറിനും നിന്ന് കൈവീശുന്നുണ്ടായിരുന്നു. അലീന കണ്ടിട്ടില്ലാത്തൊരു ലോകമായിരുന്നു കൺമുമ്പിൽ. അതിവിശാലമായ ഹാൾ, നൂറുകണക്കിന് ഇരിപ്പിടങ്ങൾ, ലൗഡ് സ്പീക്കറിൽ ഇടയ്ക്കിടെ വരുന്ന അനൗൺസ്മെൻറ്റുകൾ, ഹാൾ നിറയെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന യാത്രക്കാർ, ഇറുകിയ വസ്ത്രം ധരിച്ച് അങ്ങിങ്ങ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സുന്ദരികളായ എയർ ഹോസ്റ്റസുമാർ, വിവിധ വിമാന കമ്പനികളുടെ ഡ്രസ് കോഡ് അണിഞ്ഞ യുവതികളും യുവാക്കളുമായ ജോലിക്കാർ, ചില്ലുഭിത്തിക്കപ്പുറം റെയിൽവേയിൽ കുതിച്ചു പായുന്ന വിമാനം, യാത്രക്കാരെയും കൊണ്ട് റൺവേക്കരയിലൂടെ നീങ്ങുന്ന വിമാന കമ്പനി ബസ്സുകൾ. അലീന കൗതുകത്തോടെ എല്ലാം നോക്കിക്കൊണ്ടിരുന്നു. സ്റ്റാൻലി അരികെ ഇരുന്ന്
അവൾക്ക് അറിയാത്തതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവർക്ക് പോകേണ്ട ഫ്ലൈറ്റിലേക്ക് നീങ്ങാനുള്ള അനൗൺസ്മെന്റ് വന്നപ്പോൾ സ്റ്റാൻലി അലീനെ കൂട്ടിക്കൊണ്ടുപോയി. റൺവേക്കരികിൽ പലയിടത്തായി ടാർമാക്കിൽ വിമാനങ്ങൾ കിടക്കുന്നത് കണ്ടപ്പോൾ അലീനയ്ക്ക് തോന്നി അവയെല്ലാം ചെറുതാണെന്ന്. പക്ഷേ തങ്ങൾക്ക് പോകേണ്ട വിമാനത്തിലേക്ക് പ്രവേശിച്ചതോടെ അവൾക്ക് സംശയം നീങ്ങി. അലീനയ്ക്ക് വിൻഡോ സൈഡ് വേണോ? പുറത്തേക്ക് നോക്കാൻ പേടിയുണ്ടോ? സ്റ്റാൻലി ചോദിച്ചു. പേടിയില്ലെന്ന് അലീന പറഞ്ഞു. സ്റ്റാൻലി വിൻഡോ സൈഡ് സീറ്റ് അവൾക്ക് വിട്ടുകൊടുത്തു. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് എയർ ഹോസ്റ്റസ് കോക്ക്പിറ്റിന് മുമ്പിൽ നിന്ന് ലൗഡ് സ്പീക്കറിലൂടെ വരുന്ന നിർദ്ദേശങ്ങൾക്കൊപ്പം എങ്ങനെയാണ് സീറ്റ് ബെൽറ്റ് മുറുക്കേണ്ടതെന്നും അടിയന്തര ഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ആംഗ്യഭാഷയിൽ കാട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. സ്റ്റാൻലി സീറ്റ് ബെൽറ്റ് മുറുക്കേണ്ടത് എങ്ങനെയാണെന്ന് അലീനയ്ക്ക് കാണിച്ചു കൊടുത്തു. പപ്പി ഒത്തിരി പ്രാവശ്യം വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? അലീന ആശ്ചര്യത്തോടെ ചോദിച്ചു. ഒരുപാടൊന്നുമില്ല, സ്റ്റാൻലി പറഞ്ഞു. വിമാനം ഒരു മുരൾച്ചയോടെ റെയിൽവേയിലേക്ക് നീങ്ങി. ഒന്ന് വട്ടം തിരിഞ്ഞു നിന്നു. ഭയങ്കരമായ വിറയലോടെ എഞ്ചിൻ ഇരമ്പി. വിമാനം റൺവേയിലൂടെ കുതിച്ചു പാഞ്ഞു. അലീന സ്റ്റാൻലിയെ നോക്കി. ശാന്തനായി ഇരിക്കുന്നു. അവൾക്ക് സമാധാനമായി. എങ്കിലും റൺവേയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നപ്പോൾ വയറ്റിലൊരാന്തൽ അനുഭവപ്പെട്ടു. അവൾ ജനാലയിലൂടെ നോക്കി. താഴെ കെട്ടിടങ്ങൾ, വയലുകൾ, പാടങ്ങൾ, കൃഷിയിടങ്ങൾ, മരങ്ങൾ. കെട്ടിടങ്ങൾ ചെറുതായി വന്നു. റോഡുകൾ കറുത്ത നാട പോലെയായി. പാടശേഖരങ്ങൾ ചെറിയ ചതുരക്കള്ളികളായി. നദി നീലനൂൽ പോലെ നേർത്തു. സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊള്ളാൻ ലൗഡ് സ്പീക്കറിലൂടെ നിർദ്ദേശം വന്നു. ചെന്നൈയിൽ ചെന്നിട്ട് നമുക്ക് മാറിക്കയറേണ്ടി വരും. അവിടുന്നാണ് കൊൽക്കത്തയ്ക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ്, സ്റ്റാൻലി അലീനോട് പറഞ്ഞു. അവൾക്കതെന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല. വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് അവൾ ഇതിനു മുൻപ് ഒരിക്കലും സങ്കല്പിച്ചിട്ട് കൂടിയില്ലായിരുന്നു. കഴക്കൂട്ടത്തെ ഓർഫനേജിൽ വളർന്ന ആ അനാഥ പെൺകുട്ടി ഇപ്പോൾ വിമാനത്തിലിരിക്കുകയാണ്, അതും സ്വന്തം പപ്പയോടൊപ്പം. അലീനയുടെ കണ്ണു നിറഞ്ഞു. വിമാനം മേഘപർവ്വതാനിക്ക് മീതെ എത്തിയിരുന്നു. ഭൂമിയിൽ നിന്ന് വേർപെട്ട് മറ്റൊരു ലോകത്തേക്ക് പ്രവേശിച്ചതുപോലെ അലീനയ്ക്ക് തോന്നി. ആയിരക്കണക്കിനടി താഴെ വെൺമേഘങ്ങളുടേത് മാത്രമായ ലോകം. കൊൽക്കത്തയിൽ വിമാനമിറങ്ങുമ്പോൾ വൈകുന്നേരമായിരുന്നു. സിലിഗുരിയിലേക്കുള്ള ഫ്ലൈറ്റ് എപ്പോഴാണെന്ന് സ്റ്റാൻലി എയർപോർട്ട് സ്റ്റാഫിനോട് അന്വേഷിച്ചു. ഇന്ന് ഫ്ലൈറ്റ് ഇല്ലെന്നായിരുന്നു മറുപടി. അടുത്ത ദിവസം രാവിലെ ഒരു പക്ഷേ ഫ്ലൈറ്റ് കിട്ടിയേക്കാം. ഗുവാഹട്ടിക്ക് പോകുന്ന വിമാനമാണത്. സിലിഗുരിയിലും അഗർത്തലയിലുമായി യാത്രാമധ്യേ 2 ലാൻഡിംഗ് അതിനുണ്ട്. പക്ഷേ ടിക്കറ്റ് കിട്ടുമോ എന്നറിയില്ല. ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു ടിക്കറ്റ് കിട്ടുമെന്ന് അറിവായി. അതുകൊണ്ട് ഫലമില്ല. സ്റ്റാൻലിയും അലീനയും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു. 3-ാം ദിവസമാണ് അവർക്ക് സിലിഗുരിയിലേക്ക് എയർ ടിക്കറ്റ് കിട്ടിയത്. 2 ദിവസം സ്റ്റാൻലി ടാക്സി പിടിച്ച് കൊൽക്കത്തയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അലീനയെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു. സയൻസ് സിറ്റി, ബൊട്ടാണിക്കൽ ഗാർഡൻ, വിക്ടോറിയ പാലസ്, മദർ തെരേസയുടെ സേവാശ്രമം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അവർ പോയി. അടുത്ത ദിവസം സിലിഗുരിയിലെത്തി. ന്യൂ ജയ്പാൽഗുരിയിൽ നിന്നും മേരിക്കുട്ടി മുൻപ് താമസിച്ചിരുന്ന കോൺവെന്റിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചറിഞ്ഞ് കോൺവെന്റിലെത്തി. മരിയ ജോസഫിന്റെ സഹോദരനും മകളുമാണെന്ന് സ്റ്റാൻലി സ്വയം പരിചയപ്പെടുത്തിയിരുന്നു. കോൺവെന്റിലെ സിസ്റ്റർ സുപ്പീരിയർ പാക്യോങ്ങിലേക്ക് വിളിച്ച് മരിയ ജോസഫുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലൈനിൽ കിട്ടിയില്ല. അവിടെ മിക്കപ്പോഴും അങ്ങനെയാ, ഫോണിൽ കിട്ടാൻ ഭയങ്കര പാടാ, പ്രത്യേകിച്ചും ഡേ ടൈമിൽ, സിസ്റ്റർ സുപ്പീരിയർ പറഞ്ഞു. നിങ്ങളൊരു ദിവസം ഞങ്ങളുടെ ഗസ്റ്റായി ഇവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. നാളെ പാക്യോങ്ങിലേക്ക് പോയാൽ പോരെ? അത് പറ്റില്ല, ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങോട്ടുള്ള വഴിയെക്കുറിച്ച് വേണ്ടത്ര ധാരണയുമില്ല, സ്റ്റാൻലി പറഞ്ഞു. എങ്കിൽ ഒരു കാര്യം ചെയ്, ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാം. ഞങ്ങൾക്ക് പാക്യോങ്ങിലേക്ക് പോകേണ്ടി വരുമ്പോൾ വിളിക്കാറുള്ള ചില ടാക്സിക്കാരുണ്ട്. സിസ്റ്റർ സുപ്പീരിയർ അപ്പോൾ തന്നെ ഫോണിൽ വിളിച്ച് ഒരു ടാക്സി വരുത്തി. അവരോട് നന്ദി പറഞ്ഞ് സ്റ്റാൻലിയും അലീനയും ടാക്സിയിൽ കയറി പാക്യോങ്ങിലേക്ക് യാത്ര തിരിച്ചു. സമതലങ്ങളുടെ കാഴ്ച അവസാനിച്ചു കഴിഞ്ഞിരുന്നു. ഇനി പച്ച പുതച്ച കുന്നുകളും ഗിരിശൃംഗങ്ങളുമാണ്. കീഴ്ക്കാന്തൂക്കായ കുന്നുകളിലൂടെയാണ് റോഡ്. യാത്രയിലുടനീളം മിലിട്ടറി വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ടാക്സി ഡ്രൈവർ ഇടയ്ക്ക് കാർ നിർത്തി നമ്പർ പ്ലേറ്റിന് മീതെ മറ്റൊരു നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചു. അത് WB എന്നീ അക്ഷരങ്ങൾക്ക് പകരം GL എന്ന അക്ഷരം എഴുതിയിരുന്നു. സ്റ്റാൻലി ഡ്രൈവറോട് അതിൻ്റെ കാരണം അന്വേഷിച്ചു. മുൻപ് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഹിന്ദിയിലും ബംഗാളിലുമാണ് അവർ സംസാരിച്ചത്. ഡ്രൈവർ കാരണം പറഞ്ഞു. സിലിഗുരിക്കപ്പുറം വെസ്റ്റ് ബംഗാളിൻ്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങൾ ഗൂർഖകൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ്. അവർക്ക് ഗൂർഖാലാൻഡ് എന്ന പേരിൽ ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ് കലാപം തുടങ്ങിയിട്ട് കുറേ കാലമായി. അവരുടെ പ്രദേശത്ത് കടക്കുന്ന വാഹനങ്ങൾ വെസ്റ്റ് ബംഗാൾ എന്ന രജിസ്ട്രേഷൻ നമ്പർ മാറ്റിയിട്ട് ഗൂർഖാലാൻഡ് എന്ന രജിസ്ട്രേഷൻ നമ്പർ വച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഗൂർഖാലാൻഡിനു വേണ്ടി വാദിക്കുന്ന പ്രക്ഷോഭകാരികൾ വാഹനം തല്ലിത്തകർക്കും. ടാക്സി ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങൾ സ്റ്റാൻലി അലീനയ്ക്ക് മലയാളത്തിൽ പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്തു. പർവ്വതങ്ങളുടെ ചരിവും വലിപ്പവും കൂടിക്കൂടി വന്നു.
റോഡിന് താഴെ അഗാധമായ മലമടക്കുകളിലൂടെ ഒഴുകുന്ന ടീസ്റ്റ നദി സ്റ്റാൻലി അലീനയ്ക്ക് കാട്ടിക്കൊടുത്തു. കാട്ടാറുപോലെ കൂലം കുത്തി നിറഞ്ഞൊഴുകുന്ന പുഴവെള്ളത്തിന് സിമന്റിന്റെ നിറമായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് അലീന തിരക്കിയപ്പോൾ ഡ്രൈവറോട് ചോദിച്ചിട്ട് സ്റ്റാൻലി മറുപടി പറഞ്ഞു, ഇവിടുത്തെ മണ്ണ് സിമന്റ് പോലിരിക്കും. 5 മണിയോടെ സന്ധ്യ ഇരുണ്ടു. കൊൽക്കത്തയിൽ ആദ്യ ദിവസം താമസിച്ചപ്പോൾ ഇത് അലീനയെ അത്ഭുതപ്പെടുത്തിയിരുന്നു. വൈകുന്നേരം 5 മണിയോടെ സന്ധ്യയാകുന്നു. പുലർച്ചെ 5 മണിക്ക് നേരം പുലരുന്നു. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തേക്ക് പോകുമ്പോഴും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമ്പോഴും ഈ മാറ്റം സംഭവിക്കുമെന്ന് സ്റ്റാൻലി അവളോട് വിശദീകരിച്ചു. പടിഞ്ഞാറ് സംസ്ഥാനങ്ങളിൽ 1 മണിക്കൂർ വൈകിയേ സന്ധ്യയാകൂ. രാത്രിയായതോടെ അലീന സീറ്റിലേക്ക് ചാരിക്കിടന്ന് മയക്കമായി. സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം അത്താഴത്തിനു മുൻപുള്ള പ്രാർത്ഥനയ്ക്ക് ചാപ്പലിലേക്ക് പോയതായിരുന്നു മരിയ ജോസഫ്. 6:45-ന് അവർ തിരിച്ച് മുറിയിലെത്തി. 7 മണിക്കാണ് അത്താഴം. കോൺവെന്റിനോട് അനുബന്ധിച്ചാണ് സ്കൂളിന്റെ ഹോസ്റ്റലും ഡോർമിറ്ററിയും. പെൺകുട്ടികൾക്ക് മാത്രമേ ഹോസ്റ്റൽ സൗകര്യമുള്ളൂ. മരിയ ജോസഫ് മുറി പൂട്ടി ഇടനാഴിയിലിറങ്ങി. അതിലൂടെ നടന്നുകൊണ്ട് ഡോർമിറ്ററിയിൽ എന്ത് നടക്കുന്നുവെന്ന് നോക്കി. കോണിപ്പടി കയറി ഒരു സിസ്റ്റർ തിടുക്കത്തിൽ വരുന്നുണ്ടായിരുന്നു. സിസ്റ്ററിന് ഒരു ഗസ്റ്റ് ഉണ്ട്. എനിക്കോ? ആരാണ്? ബ്രദറാണെന്ന് പറഞ്ഞു. പാർലറിലുണ്ട്. മരിയ ജോസഫ് തിടുക്കത്തിൽ കോണിപ്പടി ഇറങ്ങി. ലാൻഡിങ്ങിലെ തിരിവിലുള്ള കണ്ണാടി ജനലിലൂടെ അവർ കണ്ടു, ഒരു ടാക്സി കാർ കോൺവെന്റിന്റെ മുറ്റത്ത് കിടപ്പുണ്ട്. തറയിൽ വിരിച്ച കാർപ്പറ്റിലൂടെ നടന്ന മരിയ ജോസഫ് പാർലറിന്റെ വാതിക്കലെത്തി. തണുപ്പകറ്റാൻ കൈത്തലങ്ങൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് സ്റ്റാൻലി അസ്വസ്ഥനായി നിൽക്കുന്നത് കണ്ട് അവർ അത്ഭുതസ്തബ്ധയായി. എന്റെ ദൈവമേ, കുഞ്ഞാഞ്ഞ, ഇതെങ്ങനെ ഇവിടെ വന്നു? മരിയ ജോസഫ് വാവിട്ട് പറഞ്ഞുപോയി. നീ ഒച്ചയെടുക്കേണ്ട, കാറിലാണടി വന്നത്. സിലിഗുരിയെന്ന് ടാക്സി പിടിച്ചു. എന്നാലും കുഞ്ഞാഞ്ഞെ, ഇത് വലിയ അതിശയമായി പോയല്ലോ. എന്നെ ഒന്ന് വിളിച്ചു പറയാഞ്ഞതെന്താ? ഒരക്ഷരം മിണ്ടാതെ ഇങ്ങനൊരു വരവ്. സിലിഗുരിയിൽ വന്നപ്പം പോലും ഒന്ന് വിളിച്ചില്ലല്ലോ. അവിടുത്തെ കോൺവെന്റിൽ വിളിച്ചു നോക്കിയിട്ട് കിട്ടിയില്ല. അവരാണ് ടാക്സി അറേഞ്ച് ചെയ്ത് തന്നത്. കുഞ്ഞാഞ്ഞ എന്താ നിൽക്കുന്നേ? അങ്ങോട്ടേക്ക് ഇരിക്കും. കാറിലൊരാൾ ഇരിപ്പുണ്ട്. സിലിഗുരി വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇപ്പൊ തുമ്മലും ചീറ്റലും വിറയലും കൂടി വന്ന 1 മണിക്കൂർ. അതിനകം കോൾഡ് പിടിച്ചു. ആരാണത്? അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാലൊന്നും നിനക്ക് മനസ്സിലാകത്തില്ല. പുതയ്ക്കാൻ ഷാളോ മഫ്ലറോ ഉണ്ടെങ്കിൽ എടുക്ക്. തണുപ്പായതുകൊണ്ട് കാറിലിരുത്തിയിരിക്കുക. സംശയത്തിൽ സ്റ്റാൻലിയെ ഒന്ന് നോക്കിയ ശേഷം മരിയ ജോസഫ് പിന്തിരിഞ്ഞു. ഞാൻ ഇപ്പം വരാമേ. ഡോർ കട്ടനപ്പുറം അവർ മറഞ്ഞു. സ്റ്റാൻലി പുറത്തേക്ക് ചെന്ന് ഡോർ തുറന്ന് അലീനയെ കാറിൽ നിന്നും ഇറക്കി. പുറത്തെ തണുപ്പടിച്ചപ്പോൾ അവൾ പിന്നെയും തുടരെ തുടരെ തുമ്മി. മരിയ ജോസഫ് ഒരു കമ്പിളി ഷാളും മങ്കി ക്യാപ്പും സ്വെറ്ററും മഫ്ലറും കൂടി എടുത്തുകൊണ്ട് പാർലറിലേക്ക് വന്നു. പാർലറിൽ കൈകൾ മാറിൽ പിണച്ചുകെട്ടി തണുത്ത് വിറച്ച് നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് ഒരു നിമിഷം അന്താളിച്ച് നിന്നുപോയി. വീണ്ടും വീണ്ടും അവർ സൂക്ഷിച്ചു നോക്കി. അമ്മ ചെറുപ്പമായി വന്ന് നിൽക്കുന്നത് പോലെ